മലയാളത്തിന്റെ അഭിമാന താരം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിനായി കാത്തിരിക്കുന്നവർക്ക് ഇതാ സന്തോഷ വാർത്ത. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഡിസംബർ 25-നാണ് ചിത്രം റിലീസിനെത്തുന്നത്. വാസ്കോഡഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. നിധി തേടി ഒരു കുട്ടി ബറോസിന് മുന്നിലെത്തുന്നതാണ് കഥയുടെ പ്രമേയം. ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ജിജോ പുന്നൂസ് ഈ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ബറോസ് എന്ന നിധി സൂക്ഷിപ്പുകാരൻ്റെ വേഷം അവതരിപ്പിക്കുന്നത് മോഹൻലാൽ തന്നെ. വളരെ ട്രിക്കിയായൊരു സിനിമയാണ് ബറോസ് എന്ന് സംവിധായകനും ഛായാഗ്രാഹകനുമായ സന്തോഷ് ശിവൻ പറഞ്ഞു. ബറോസ് ഒരു മാസ് സിനിമയല്ല എന്നും മോഹൻലാലിൻ്റെ ഹീറോയിസം ഒന്നും ചിത്രത്തിൽ ഉണ്ടാവില്ലെന്നും സന്തോഷ് ശിവൻ പറഞ്ഞു. എന്ത് ചെയ്യുമ്പോഴും അത് ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്ന ഒരാളാണ് മോഹൻലാൽ. ബറോസിന് ശേഷം മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും അഭിമുഖത്തിൽ സന്തോഷ് ശിവൻ പറഞ്ഞു. വിദേശ അഭിനേതാക്കളുടെ ഭാഗങ്ങളിൽ പ്രേക്ഷകർക്ക് സബ് ടൈറ്റിലുകൾ വായിച്ച് മനസ്സിലാക്കേണ്ടി വരുമെന്നതിനാൽ നമ്മുടെ പ്രേക്ഷകർ ചിത്രത്തെ എങ്ങനെ സ്വീകരിക്കുമെന്നും അറിയില്ല. കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് ഫാന്റസി ഘടകങ്ങൾ ബറോസിലുണ്ട്. പ്രേക്ഷകരുടെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രമായിരിക്കും ബറോസ് എന്നും, മാത്രമല്ല ഇതിലെ കേന്ദ്ര കഥാപാത്രം ലാൽ സാർ അല്ല, ഒരു പെൺകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് വലിയ ഹീറോയിസം ഒന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വളരെ മികച്ചതാണ്. ബറോസ് മികച്ച രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കൽ ഞാൻ മോഹൻലാലിനോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ സിനിമ സംവിധാനം ചെയ്യാനായി തിരഞ്ഞെടുത്തതെന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് സംവിധാനം ചെയ്തില്ലെങ്കിൽ ആരും ഒരിക്കലും ചെയ്യില്ല എന്നാണ്. അത് ശരിയുമാണ്. മറ്റു സംവിധായകരിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം നമുക്ക് മറ്റു സിനിമകളിൽ നിന്നുള്ള ഷോട്ടുകളുടെ റെഫറൻസുകൾ തരില്ല. അദ്ദേഹം എന്ത് ചെയ്യുമ്പോഴും അത് ഹൃദയം കൊണ്ടാണ് ചെയ്യുന്നത്. അത് ശരിയോ തെറ്റോ എന്നത് അദ്ദേഹത്തെ അലട്ടുന്നില്ല. ഒരു സംവിധായകൻ എന്ന നിലയിൽ വളരെ സ്വാഭാവികവും നൈസർഗികവുമായ പ്രോസസ്സാണ് അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ വളരെ സത്യസന്ധനാണ്. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി അദ്ദേഹം സംവിധാനം എന്ന മേഖലയിലേക്ക് കടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറോസ്. 3Dയിൽ ഒരു ഫാന്റസി പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത്. വാസ്കോഡിഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ 400 കൊല്ലം പഴക്കമുള്ള ഒരു ഭൂതമായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ റിലീസ് എന്ന നിലയ്ക്കാണ് ബറോസ് ഒരുങ്ങുന്നത്.